أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار വബിഅ്സൽ മസീർ. ഇബ്രാഹിം പ്രാർത്ഥിച്ചത് ഓർക്കുക. എന്റെ നാഥാ, ഇതിനെ ശാന്തി നിറഞ്ഞ പട്ടണമാക്കേണമേ. അതിലെ നിവാസികളിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവർക്ക് നീ നാനാവിധ ഫലങ്ങൾ അന്നമായി നൽകണമേ. മറുപടിയായി നാഥൻ അരുളി, അവിശ്വാസികൾക്കും ഞാൻ ഈ ലോകത്തെ ക്ഷണിക ജീവിതത്തിനുള്ള വിഭവങ്ങൾ നൽകുന്നതാകുന്നു. എന്നാൽ ഒടുവിൽ അവരെ നരകപീഠത്തിലേക്ക് തള്ളിവിടും. അത് എത്ര ദുഷിച്ച സങ്കേതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ ഈ കൂടിയിരുത്തും ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ലഭിക്കുന്ന വിജ്ഞാനം ജീവിതത്തിൽ പകർത്തി പരലോക വിജയം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. സൂറത്തുൽ ബഖറയിലെ 126-ാമത്തെ ആയത്ത്, അതിന്റെ അർത്ഥവുമാണ് നമ്മൾ വായിച്ചത്. ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. നമ്മള് 124 മുതൽ നമ്മൾ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലേക്ക് കടന്നു. കഴിഞ്ഞ ആയത്തില് പിന്നെ കഅബയെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ. കഅബ അതിന്റെ പിന്നെ അള്ളാഹുവിനോട്, അതായത് അള്ളാഹു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോടും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനോടും എന്താണ് ചെയ്യേണ്ടത് എന്നാണ് കഴിഞ്ഞ ആയത്തിൽ പഠിച്ചത്. അതായത് അള്ളാഹു പറഞ്ഞു, ഈ മന്ദിരത്തെ, അതായത് കഅബയെ നാം ജനങ്ങൾക്ക് വേണ്ടി ഒരു കേന്ദ്രവും അഭയസ്ഥാനവുമായി നിശ്ചയിച്ചത് ഓർക്കുക. പിന്നെ ജനങ്ങളോട് പറഞ്ഞു, ഇബ്രാഹിം പ്രാർത്ഥിക്കാൻ നിന്നിരുന്ന ആ സ്ഥാനം, അതായത് മഖാമു ഇബ്രാഹിമിനെ നിങ്ങൾ പ്രത്യേക മുസല്ലയായി സ്വീകരിക്കണം എന്ന് ജനങ്ങളോട് പറഞ്ഞു. എന്നിട്ട് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനോട് ഇബ്രാഹിം നബിയോടും പറഞ്ഞത്, പ്രദക്ഷിണം വെക്കുന്നവർ, അതായത് തവാഫ് ചെയ്യുന്നവർക്കും ഇത്തികാഫിരിക്കുന്നവർക്കും സുജൂദും റുക്കുവും ചെയ്യുന്നവർക്കും വേണ്ടി ഈ കഅബയെ പരിശുദ്ധമാക്കി നിങ്ങൾ വെക്കണം. ഇങ്ങനെ അള്ളാഹു ജനങ്ങളോട് ഒരു കൽപ്പന, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനോട്, അവരോട് രണ്ടുപേരോടും ഒരു കൽപ്പനയാണ് കഴിഞ്ഞ ആയത്തിൽ പഠിച്ചത്. ഇനി ഇന്ന് ഇത് ഇബ്രാഹിം അലൈഹി സ്വലാം അതിന് മറുപടി ആയിട്ട് പറയുന്നതാണ് ഇന്നത്തെ, അതായത് ഇബ്രാഹിം നബിയിൽ നിന്നും അള്ളാഹുവിലേക്കുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ ആയത്ത്. അതായത് പിന്നെ 126 ഇന്നത്തെ ആയത്തിൽ പറയുന്നത്, വൈദ് ഖാല ഇബ്രാഹിമു, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം. റബ്ബി എന്റെ നാഥനോട്, റബ്ബിനോട് അള്ളാഹു ഇബ്രാഹിം പറയാണ്, ഇജ്അൽ നീ ആക്കേണമേ, ഹാദാ വലദൻ ഈ നാടിനെ, ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഖാല, അപ്പൊ റബ്ബ് തിരിച്ചു പറയാണ്, വമൻ കഫർ ഫഉമത്തിഉഹു ഖലീലൻ സുമ്മ അൾതറുഹു ഇലാ അദാബിന്നാർ വബിഅ്സൽ മസീർ. അതായത് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് ഓർക്കുക. എന്താ പ്രാർത്ഥിച്ചത്? എന്റെ നാഥ, ഇതിനെ, അതായത് ഈ കഅബയെ, ഈ മക്കയെ ശാന്തി നിറഞ്ഞ, ബലദ് എന്ന് പറയുന്ന നാടാണ് കേട്ടോ. ഈ ബലദിനെ, ഈ നാടിനെ ശാന്തി നിറഞ്ഞ പട്ടണമാക്കണമേ. അതിലെ നിവാസികളിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവർക്ക് നീ നാനാവിധ ഫലങ്ങൾ അന്നമായി നൽകണമേ. അതായത് ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്ന എന്താണ്? ഈ ശാന്തി നിറഞ്ഞ പട്ടണമാക്കുകയും അതിനോടൊപ്പം അവിടെ താമസിക്കുന്ന ആ നിവാസികളില് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാം ചോദിക്കുന്നത്. എന്ത്? നാനാവിധ ഫലങ്ങൾ നീ ആഹാരമായി നൽകണമേ എന്ന് ഈ ഒരു പ്രത്യേക കൂട്ടർക്ക് വേണ്ടിയാണ് ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നത്.
മറുപടിയായി അള്ളാഹു തിരിച്ചു പറയാണ്, അവിശ്വാസികൾക്കും ഞാൻ ഈ ലോകത്തെ ക്ഷണിക ജീവിതത്തിനുള്ള വിഭവങ്ങൾ നൽകുന്നതാകുന്നു. അപ്പൊ അത് തിരിച്ചു പറഞ്ഞാൽ എന്താണ്? വിശ്വാസികൾക്ക് മാത്രമല്ല, അള്ളാഹുൽ അന്ത്യത്തിൽ വിശ്വസിച്ചവർക്ക് മാത്രമല്ല ഞാൻ കൊടുക്കുന്നത്, ഞാൻ അവിശ്വാസികൾക്കും ഞാൻ ഈ ലോകത്തെ വിഭവങ്ങൾ നൽകും. എന്നാൽ ഒടുവിൽ ആ അവിശ്വാസികൾ അവരെ നരകപീഠത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും. എത്ര ദുഷിച്ച സങ്കേതം എന്നാണ് ഇന്നത്തെ ആയത്തുള്ളത്. അപ്പൊ ഇതില് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്. പ്രവാചകന്റെ ഈ പ്രാർത്ഥന എങ്ങനെ അത് സഫലമായി, മക്കയെ സംബന്ധിച്ചിടത്തോളം ആ പ്രാർത്ഥന എത്രമാത്രം ഫലവത്തായി ഇന്നത്തെ മക്ക എന്നുള്ളത് നമുക്ക് ഈ പ്രാർത്ഥനയുടെ ഫലമാണ് കാണുന്നത്, ഇന്നത്തെ മക്ക. പിന്നെ അതുപോലെ തന്നെ അള്ളാഹു എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അബ്രാഹിം അലൈഹി സ്വലാം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ അങ്ങനെ പറയാൻ കാരണം എന്താ എന്നൊക്കെ ഉള്ളതാണ് പഠിക്കുന്നത്. അപ്പൊ ഇനി ആദ്യം ആയത്തിന്റെ വാക്കർത്ഥത്തിലേക്ക് കടക്കാം. ഇത് കാല പറഞ്ഞ സന്ദർഭം, ആൻഡ് ഇത് സന്ദർഭം. ഇതാന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാന്ന് പറയുമ്പോ ആൽ അല്ലെ, ഇതാ ജാ വന്നാൽ അല്ലെങ്കിൽ വരുമ്പോൾ, ഇതാന്നുള്ളത് ആ ഒരു വെൻ, ഇംഗ്ലീഷിൽ വെൻ എന്നുള്ള അർത്ഥം, വെൻ എന്നുള്ള. അപ്പൊ ഇതുപോലെ ഇത് എന്നുള്ളതും അതിന്റെ തന്നെ വേറെ രൂപമാണ്. ആ ഒരു ഇൻസ്റ്റന്റ്, ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത് നമുക്ക് അറിയാലോ. അപ്പൊ ആ ഒരു ചെറിയൊരു മാറ്റമുള്ളൂ. അപ്പൊ ഇത് കാല പറഞ്ഞ സന്ദർഭം. കാല എന്ന് പറഞ്ഞാൽ ശരിക്കും അവൻ പറഞ്ഞു എന്നാണ്. അവൻ പറഞ്ഞു, അതായത് പറഞ്ഞ സന്ദർഭം. ഇവിടെ അവൻ ആരാണ് അടുത്തതായി പറയുന്നത്? ഇബ്രാഹിമു, അദ്ദേഹം. ഇവിടെ അവൻ പറഞ്ഞുള്ള അദ്ദേഹം ഉണ്ട്. നമ്മൾ വലിയ വലിയ ആളുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ അദ്ദേഹം എന്നാണ് പറയാ. അപ്പൊ കാല ഇബ്രാഹിം, ഇവിടെ ഫായിൽ ഇബ്രാഹിമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം എന്താണ്? ഇവിടെ പറയാന്ന് പറയുന്നത് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന പറയലാണ് കേട്ടോ. ഈ കാല ഇബ്രാഹിം പറഞ്ഞത്, റബ്ബി എന്റെ നാഥ, റബ്ബി ജഅൽ നീ ആക്കേണമേ. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ജഅൽ എന്നുള്ള വാക്ക് വരുന്നത് ജഅല എന്നുള്ള വാക്ക് എന്നാണ്. ജഅല യജഅലു. ഇതിന് മുന്നേ കുറെ ആയത്തുകൾ വന്നുകൊണ്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. അത് ജഅല ആക്കി, യജഅലു ആക്കുന്നു. ഈ ജഅൽ നീ ആക്ക് എന്നാണ്. നീ ആക്കേണമേ അല്ലെങ്കിൽ നീ ആക്ക് എന്നൊക്കെ പറയും. അപ്പൊ എന്തുകൊണ്ട് ഇവിടെ റബ്ബി എന്നുള്ളത് എന്റെ നാഥ എന്ന് എഴുതി? അതൊരു ക്വസ്റ്റ്യൻ ആണ്. റബ്ബി ശരിക്കും എന്റെ നാഥ എന്നുള്ളതിന് എന്താണ്? റബ്ബി എന്നാണ്. എന്റെ നാഥ, റബ്ബി, എന്റെ നാഥ. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് യാ ഇല്ല? അതിവിടെ നമ്മളെ പാരായണ നിയമത്തിൽ ഒരു റൂള് മാത്രമാണ് കേട്ടോ. ആ യാ അവിടെ നിന്ന് ഡ്രോപ്പ് ആയി പോയത്, ഇല്ലാതായി പോയത്. ആ യാ പിന്നെ പാരായണത്തിൽ ഈസി ആവാൻ വേണ്ടി ഉള്ള ഒരു, അതായത് രണ്ട് സുക്കൂൻ, ഇൽത്തിഖാ സാക്കിന എന്ന് പറയും. സുക്കൂനുകൾ രണ്ടെണ്ണം ഒരുമിച്ച് കണ്ടുമുട്ടുമ്പോൾ, ഇൽത്തിഖാ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടൽ എന്നാണ്. ആ കണ്ടുമുട്ടുമ്പോൾ എന്താവും? ആദ്യത്തെ സുക്കൂൻ അങ്ങ് ഇല്ലാതാക്കിയിട്ട് ഹർക്കത്ത് കൊടുക്കും. ഇവിടെ റബ്ബി എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? റബ്ബി എന്നുള്ള അതിന് ശേഷം യാ ഇട്ട് കഴിഞ്ഞാൽ ആ യാക്ക് സുക്കൂനാണ് വരിക. ആ ഒരു നീട്ടുന്ന യാക്ക് സുക്കൂനാണ്. ഒന്നും ഇട്ടില്ലെങ്കിലും ഈ സുക്കൂൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റബ്ബി എന്ന് എഴുതുമ്പോൾ യാക്ക് മേലെ ഒന്നും ഉണ്ടാവില്ല അർത്ഥത്ത്. അതിന്റെ അർത്ഥം സുക്കൂനാണ് നമ്മൾ വിചാരിക്കുക. അത് തന്നെയാണ്, സുക്കൂനാണ്. അപ്പൊ ഈ സുക്കൂനും ഇജാലിന്റെ രണ്ട് സുക്കൂനും, ജീമിന് സുക്കൂനല്ല, രണ്ടും ഒരുമിച്ച് വരുമ്പോൾ ആദ്യത്തെ ആ യാന ഒന്നുകിൽ ഡ്രോപ്പ് ചെയ്യോ, റബ്ബി എന്നുള്ള അത് അവിടെ ഡ്രോപ്പ് ചെയ്താൽ റബ്ബി ആവും അല്ലെ. അല്ലെങ്കിൽ ആ റബ്ബിയ എന്നും പറയാറുണ്ട്. ചില ഖുറാനുകൾ ശ്രദ്ധിച്ചാൽ ഞാൻ മനസ്സിലാവും. റബ്ബിയല്ലദി എന്നൊക്കെ പറയാറുണ്ട് ചില സ്ഥലത്ത്. ആ റബ്ബിയ അല്ല, അത് ശരിക്കും റബ്ബി എന്നുള്ളത് അങ്ങനെ ആവുന്നതാണ്. ജസ്റ്റ് ഒരു ഇതായിട്ട് പറഞ്ഞു മാത്രം, നിങ്ങളുടെ ഒരു അറിവിലേക്ക്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട എന്താ എന്റെ നാഥ എന്നുള്ള ഈ അവിടെ ഇല്ലല്ലോ എന്ന് വിചാരിക്കേണ്ട എന്നുള്ള വെച്ച് പറഞ്ഞു തന്നാണ്. റബ്ബി എന്റെ നാഥ, ഇജ്അൽ നീ ആക്കേണമേ, ഹാദ ഇത്, ഹാദ എന്നുള്ളതിന്റെ മുഅന്നസ് എന്താണ്? അതിന്റെ സ്ത്രീലിംഗം ഹാദിഹി. ഇത് ഹാദന്റെ ഓപ്പോസിറ്റ് എന്താണ്? ദാലിക. അതിന്റെ മുഅന്നസ് തിൽക്ക. അപ്പൊ ഹാദ ഇത്, ഇതിനെ, ഏതിനെ? ബലദനെ, ഈ നാടിനെ, ബലത് നാട് ല്ലേ, ബലത് ബിലാദ് ല്ലേ. ബലദിന എന്നൊക്കെ ഖത്തറിലുണ്ടല്ലോ, ബലദിന എന്നുള്ള ഒരു കമ്പനി ഇല്ലേ മിൽക്കിന്റെ. അതെന്താണ് ശരിക്കും? ബലദിന ഞങ്ങളുടെ നാട് എന്നാണ്. ബലദിന ഞങ്ങളുടെ നാട്. അപ്പൊ ഇത് ഹാദ ബലദി, ആ ഒരു ബലദിന എന്ന് പറയുന്ന പോൾട്രി ഫാം ഇവിടെ തുടങ്ങിയത് നിങ്ങൾക്ക് അറിയാം. പിന്നെ ആ ഒരു ഉപരോധത്തിന്റെ സമയത്താണ് അല്ലെ. അപ്പോ ബലദിന എന്നുള്ള പേര് എത്രമാത്രം അർത്ഥവത്താണെന്നൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ നാട്, അങ്ങനെ ഒരു ഇത്. ഹാദ ബലദൻ, ഈ നാടിനെ എന്താക്കണം? നീ ആക്കണമേ. ആമിന, ആമിന എന്ന് പറഞ്ഞാൽ നിർഭയമായത്. അമ്നുള്ള സ്ഥലത്തിനാണ് അല്ലെ. അമ്ന് എന്ന് പറയുന്നത് നിർഭയത്വം. ആമിന നിർഭയമായ നാടാക്കണമേ. അപ്പൊ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആദ്യത്തെ പ്രാർത്ഥന എന്താണ്? റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ.
ഇനി അടുത്ത കാര്യം പറയുന്നത് വ ആൻഡ് ഉർസുഖ്. ഉർസുഖ് എന്ന് പറഞ്ഞാൽ റിസ്ക് നൽകുന്നതിനാ പറയാ. ഉർസുഖ് എന്നുള്ള വാക്ക് വരുന്നത് റിസ്ക് എന്ന് പറഞ്ഞ ഒരാളുടെ അന്നം അല്ലെങ്കിൽ വിഭവം. ഞങ്ങൾക്ക് റുസുക്ക് നീ ആഹാരം നൽകണമേ. റുസുക്ക് എന്നുള്ള വാക്ക് വരുന്നത് റസഖ യർസുഖു. ഇവിടെ എഴുതിയിട്ടുണ്ട് റസഖ വിഭവം ആഹാരം നൽകി, യർസുഖു ആഹാരം നൽകുന്നു, ഉർസുഖ് നീ ആഹാരം നൽകി അമ്രുഫയില്. അപ്പൊ ഉർസുഖ് നീ ആഹാരം നൽകണമേ അഹ്ലഹു അതിന്റെ ആളുകൾക്ക്. അതായത് ആ ബലത്, ഇവിടെ ഹു എന്ന് പറയുന്ന ഏതിനെയാണ്? ബലദിനെയാണ്. ആ നാടിന്റെ ആളുകൾക്ക്. അഹ്ലി എന്ന് പറഞ്ഞ ആളുകൾ. അഹ്ലി കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേദത്തിന്റെ, കിതാബിന്റെ ആളുകൾ. കിതാബിന്റെ അർത്ഥം വേദം. അപ്പൊ വേദത്തിന്റെ ആളുകൾ നമ്മള് പിന്നെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അഹ്ലി കിതാബ് എന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെ അഹ്ല് എന്ന് പറയുന്ന ആളുകൾ, അവിടെ നിവാസികൾ എന്നും പറയും. അതുപോലെ തന്നെ അഹ്ലിനുള്ള മറ്റൊരർത്ഥം കുടുംബം. മാലുഹു അഹ്ലുഹു, അവന്റെ ധനവും അവന്റെ പിന്നെ കുടുംബവും എന്നുള്ള അർത്ഥത്തിലും വേറെ സ്ഥലങ്ങളിൽ കാണാം. അഹ്ലുഹു അവന്റെ കൂടെ. അപ്പൊ മിന സമറാത്തി, എന്തിൽ നിന്ന് റിസ്ക് നൽകണേ? കായ്ക്കനികളിൽ നിന്ന്. മിന എന്ന് പറഞ്ഞ ഫ്രം, സമറാത്ത് കായ്ക്കനി എന്ന് പറയുന്ന ഫലങ്ങൾ. ഇവിടെ സമറത്തിന്റെ ജമ്മാണ്, പ്ലൂറലാണ് സമറാത്ത്. സമറത്ത് ജമ്മ സമറാത്ത്. മിന സമറാത്തി കായ്ക്കനികളിൽ നിന്ന്. എടാ പ്രാർത്ഥിക്കുന്ന എന്താണ്? ഉർസുഖ് അഹ്ലഹു മിന സമറാത്തി. ആ നാടിന്റെ, ഇവിടെ അഹ്ലഹു എന്നാണ് ആ നാടിന്റെ എന്നുള്ള ആളുകൾക്ക് നീ ഫലങ്ങളിൽ നിന്ന്, കായ്ക്കനികളിൽ നിന്ന് ആഹാരം നൽകണമേ. എന്നിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞാണ് ഏത് ആളുകൾക്ക്? മൻ ആരാണോ ആമന വിശ്വസിച്ചു. ആമന യുമിനു ഈമാൻ അല്ലെ, അറിയാലോ. ആമന വിശ്വസിച്ചു, യുമിനു വിശ്വസിക്കുന്നു, ഈമാൻ എന്ന് പറഞ്ഞ വിശ്വാസം, അതിന്റെ നൗണാണ്. ആമന വിശ്വസിച്ചു, മിൻഹും അവരിൽ നിന്നുള്ള, അവരിൽ ഫ്രം ദം അവരിൽ നിന്നുള്ള, അതായത് ഈ അഹ്ലുകളിൽ നിന്നുള്ള ആരാണോ മൻ ആമന വിശ്വസിച്ചവർ, ബില്ലാഹി അള്ളാഹുവിൽ, അള്ളാഹുവിനെ കൊണ്ട്, അള്ളാഹുവിൽ എന്നൊക്കെ പറയും. ആൻഡ് അൽ യൗമിൽ ആഖിർ, യൗമ് എന്ന് പറഞ്ഞ ദിവസം, ആഖിർ എന്ന് പറഞ്ഞ അവസാനം അല്ലെങ്കിൽ അന്ത്യം, അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും, അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുകയും ചെയ്ത ആളുകൾക്ക് മാത്രം. അതായത് ആ അഹ്ലിലെ മനാമന മിൻഹും ബില്ലാഹി, ആ ആളുകളിലെ അള്ളാഹുലും അന്ത്യത്തിലും വിശ്വസിച്ച ആളുകൾക്ക് നീ നൽകണേ ഉർസുഖ് എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത്. അതിന് നിവാസികൾ എല്ലാവർക്കും എന്നല്ല പറഞ്ഞത്, മറിച്ച് അഹ്ലിൽ പെട്ട മിൻഹും എന്ന് പറഞ്ഞാൽ അവരിൽ നിന്നുള്ള ഈ ഇങ്ങനെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തവർക്ക് നീ ഉർസുഖ് നൽകണേ, ആഹാരം നൽകണേ എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത്. അപ്പൊ ഈ പ്രാർത്ഥന എന്തായിരുന്നു? ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം, റബ്ബി നീ എന്റെ നാഥാ, ഇജാൽ നീ ആക്കണമേ, ഹാദാ ബലദൻ ആമിന ഈ നാടിനെ നിർഭയത്വമുള്ളതാക്കണമേ, വാ ആൻഡ് ഉർസുഖ് നീ ആഹാരം നൽകണേ, അഹ്ലഹു അതിന്റെ ആളുകൾക്ക്, മിന സമറാത്തി കായ്ക്കനികളിൽ നിന്ന്, ഇമൻ ആമന മിൻഹും ബില്ലാഹി വൽ ആഖിറ അതിൽ നിന്ന് അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവർക്കാണ് ഇത് നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഖാല അള്ളാഹു പറഞ്ഞു. അപ്പം അള്ളാഹു മറുപടി പറയാണ്. ഖാല അവൻ പറഞ്ഞു, വാ ആൻഡ് എന്ത്? അല്ല പറയണം മൻ കഫറ അവിശ്വസിച്ചവനും നൽകും എന്നുള്ള തിരിച്ചു പറയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിച്ച എന്താണ്? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിറാണ് റിസ്ക് നൽകാൻ പ്രാർത്ഥിച്ചത്. പക്ഷെ അല്ല മറുപടി പറഞ്ഞു മൻ കഫറ. ഇവിടെ മൻ ആമനയുടെ ഓപ്പോസിറ്റ് എന്താണ്? മൻ കഫറയാണ് അല്ലെ. മൻ ആമനയുടെ ഓപ്പോസിറ്റ് കഫറ. അപ്പൊ അതിനെ കൂട്ടിയിട്ട് അല്ല പറയാണ് മൻ കഫറ, അവിശ്വസിച്ചവനും നൽകും, നൽകും. അപ്പൊ എന്നിട്ട് അല്ല പറയാണ് അവനെ ഞാൻ സുഖിപ്പിക്കും, ഖലീല കുറച്ച്. ഖലീൽ എന്ന് പറഞ്ഞാൽ കുറച്ച് അല്ലെ. ഖലീലിന്റെ ഓപ്പോസിറ്റ് ആണ് കസീർ കേട്ടോ, ധാരാളം. കസീർ, കസറത്ത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. കസീർ ധാരാളം, അക്സറൊക്കെ അതിന്റെ വേറെ രൂപങ്ങളാണ്. അപ്പൊ ഉമത്തിഉഹു എന്നുള്ള വാക്ക് വരുന്നത് മത്തഅ യുമത്തിഉ, താഴെ കൊടുത്തിട്ടുണ്ട് മത്തഅ യുമത്തിഉ. അപ്പൊ ഉമത്തിഉ എന്ന് പറയുന്നത് അല്ല പറയാണ് ഞാൻ ഉമത്തിഉ. അപ്പൊ അതിന്റെ യുമത്തിഉ എന്ന് പറഞ്ഞാൽ അവൻ പിന്നെ സുഖിപ്പിക്കുക അല്ലെങ്കിൽ മത്താ നൽകുക എന്നുള്ളതാണ്, നൽകുന്നു. ഇവിടെ എന്ന് പറയുന്ന ചേർത്തുകൊണ്ട് അല്ല പറയാണ് ഞാൻ ഉമത്തിഉ ഹു അവന് ഈ ഹു അവസാനത്ത് ഹു അവന് എന്നാണ്. ആർക്ക്? ഈ അവൻ ആരാണ്? മൻ കഫറ, മുകളിലുള്ള
ആ നിഷേധിച്ചവനെ ഞാൻ എന്താക്കും, ഉമത്യുഹു ഞാൻ അവന് മത്താ നൽകും, അല്ലെ മത്താ എന്ന് പറഞ്ഞ ജീവിത വിഭവത്തിന് നമ്മൾ പറയട്ടോ, എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങൾക്കും ഈ ലോകത്ത് കിട്ടുന്ന സുഖ സൗകര്യങ്ങൾക്കും ഒക്കെ നമ്മൾ മത്താ എന്നാ പറയാ. മത്താ ദുന്യ, മത്താ ഉൽ ഹയാത്തി ദുന്യ എന്ന ഈ ലോകത്തിലെ മത്താ എന്ന് പറഞ്ഞാൽ ആ ഒരു ജീവിതത്തെ പറയുന്നത്, ആ ഒരു ജീവിത സൗകര്യങ്ങൾ. അപ്പൊ ഉമത്യുഹു അവൻക്ക് ഞാൻ ഇങ്ങനെ നൽകും, അവന് ഞാൻ ജീവിത സൗകര്യങ്ങൾ നൽകും. ഖലീല കുറച്ച്. ഈ ഖലീലിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം, എന്തുകൊണ്ട് അള്ളാഹ് പറഞ്ഞു ഖലീലാന്ന്. സുമ്മ പിന്നീട് അൽത്തറുഹു അൽത്തറുഹു ഞാൻ അവനെ നിർബന്ധിക്കും. അൽത്തറ ഈ വാക്കിൻ്റെത് വരുന്നത് താഴെ കൊടുത്തിട്ടുണ്ട്. ഇൽത്തറ യൽത്തറു എന്നാണ്. ഇൽത്തറ യൽത്തറു എന്നുള്ള വാക്കിൽ നിന്നാണ് അള്ളാഹു സ്വന്തം ഞാൻ എന്ന് പറയുമ്പോഴാണ് ആ എന്ന് വരുന്നത്. ആ ഉത്തർ ആ സർഫ് പഠിച്ചവർക്കറിയാം, മുലാരിന്റെ 14 ഫോമായ സർഫുകൾ ഉണ്ട് അല്ലേ. എന്താണ് യൽത്തറു യൽത്തറാനി യൽത്തറൂന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിന്റെ ലാസ്റ്റ് വരുന്നതാണ് അൽത്തറു ഞാൻ നിർബന്ധിക്കുന്നു. ഞാൻ നിർബന്ധിക്കും ഹു അവനെ, എന്തിന്, ഇലാലേക്ക് അദാബ് ശിക്ഷ, അദാബിൻ നാറ് നാറിന്റെ ശിക്ഷ, നരകത്തിന്റെ നാറ് നരകത്തിന്റെ ശിക്ഷയിലേക്ക് ഞാൻ അവനെ പിന്നീട് നിർബന്ധിക്കും. അതായത് അള്ളാഹ് പറയാണ് ഫൗമത്തിഹു ഖലീലൻ അവന് ഞാൻ കുറച്ച് നല്ല സുഖമൊക്കെ കൊടുക്കും. തുമ്മ പിന്നീട് അൽത്തുറുഹു ഞാൻ അവനെ, ഇവിടെ അവൻ എന്നുള്ളതിന് എന്താണ്, തുറു ഹു എന്നുള്ളതാണ് അവന് കേട്ടോ. അവനെ എന്ന് പറയുന്ന ആരാണ്, മൻകഫറ ആ നിഷേധിച്ചവനെ, ഇലാ അദാബിന്നാർ നരകശിക്ഷയിലേക്ക് ഞാൻ ഇതാക്കും, നിർബന്ധിക്കും. വ ആൻഡ് ബിസ എത്ര ചീത്ത, അൽ മസീർ ആ ഒരു സങ്കേതം, അതേ മടങ്ങുന്ന സ്ഥലത്തിനാണ് ആ താവളം എന്ന് പറയുന്ന, ഒരാൾ മടങ്ങിപ്പോയിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലത്തിനാണ് താവളം എന്നറിയാം. അപ്പൊ അൽ മസീർ, മസീർ ഒക്കെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകളിലൊക്കെ അംസൈന അംസൽ മുൽക്കുലില്ല അൽഹംദുലില്ലാ ആ പ്രാർത്ഥനകളിലൊക്കെ മസീർ ഉണ്ടാവും അല്ലെ, അള്ളാഹുവിലേക്കാണ് മടക്കം, അല്ലെ അള്ളാഹു അവസാനത്തെ ആ ഒരു മടക്കത്തിലാണ് പറയാ. അപ്പോ ഇതിലെ അർത്ഥം ഒന്നും കൂടി പറഞ്ഞു നോക്കാം. വൈദ് ഖാല പറഞ്ഞ സന്ദർഭം, ഇബ്രാഹിം നബി റബ്ബി എന്റെ നാഥ, ഇജ്അൽ ഹാദാ ബലദൻ ആമിന ഈ നാടിനെ നീ നല്ല നിർഭയമുള്ളതാക്കി മാറ്റണമേ. വ ആൻഡ് ഉർസുഖ് അഹ്ലഹു മിന സമറാത്തി അതിലെ നിവാസികൾക്ക് അതിന്റെ കൂടെ മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ യൗമിൽ ആഖിർ അന്ത്യദിനത്തിലും അള്ളാഹുവിലും അവരിൽ നിന്ന് വിശ്വസിച്ച ആ ഒരു നിവാസികൾക്ക്, ഇവിടുത്തെ ആളുകൾക്ക് നീ കായ്ക്കണികളിൽ നിന്ന് ഉർസുഖ് അന്നം നൽകണമേ. റബ്ബ് പറഞ്ഞു വമൻ കഫറ വിശ്വസിച്ചവരാരാണോ അവർക്കും നൽകും. എന്നിട്ട് നാം വിഭവം അവന് നൽകും. ഖലീല അവനെ ഞാൻ സുഖിപ്പിക്കും, ഖലീല കുറച്ച്. തുമ്മ എന്നിട്ട് അൽത്തറുഹു നാം അവനെ നിർബന്ധിക്കും, ഇല അദാബിന്ന നരകശിക്ഷയിലേക്ക്. ആൻഡ് ബിസൽ മസീർ എത്ര ചീത്തയായ താവളമാകുന്നു അത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഇതിൽ നമുക്ക് വിശദീകരണം നോക്കാം. ഇതിൽ 2-3 വാക്കുകൾ നമുക്ക് പഠിക്കാനുള്ള വെർബുകൾ. റസഖ യർസുഖു, സമറത്ത് സമറാത്ത് നൗണാണ്, സമറത്ത് ഫലം, സമറാത്ത് മത്തഅ യുമത്തിഉ, ഇൽത്തറ യൽത്തറു. ഓക്കെ, 2 ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ അതില്. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യമുണ്ട്. അതായത് ഇബ്രാഹിം അലൈഹിസ്സലാം ഇതിന് മുന്നേ ഒരു പ്രാർത്ഥന നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അള്ളാഹുവിനോട് ചോദിച്ചു, പിന്നെ അള്ളാഹുവെ എന്റെ സന്തതികൾക്കും, അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ത്യാഗസന്നദ്ധതയും പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് അതിൽ വിജയിച്ചപ്പോ അള്ളാഹു ഇബ്രാഹിം അലൈഹി സ്വലാമിനെ നേത്രപദവിയിലേക്ക് തെരഞ്ഞെടുത്തു അല്ലെ, സമുദായത്തിന്റെ നേതാവായിട്ട് തെരഞ്ഞെടുത്തു. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാം ഒരു കാര്യം അള്ളാഹിനോട് ആ സമയത്ത് ചോദിച്ചു, എന്റെ സന്തതികൾക്കും ഈ നേതൃപദവി കൊടുക്കോ എന്ന് ചോദിച്ചു. അപ്പൊ അള്ളാഹ് പറഞ്ഞു, ഇല്ല, എല്ലാ സന്തതികൾക്കും കൊടുക്കൂല, അതില് വിശ്വാസികളായ അതിനർഹരായ ആളുകൾക്ക് മാത്രമേ ആ നേതൃത്വ പദവി ഞാൻ നൽകുകയുള്ളൂ എന്ന് മുന്നത്തെ ആയത്തിൽ നമ്മൾ അള്ളാഹ് തിരിച്ചു പറഞ്ഞായിട്ട് പഠിച്ചിരുന്നു. അപ്പൊ ആ ഒരു പ്രാർത്ഥന മനസ്സിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനുണ്ട്, ഇതിന്റെ മുന്നേ പ്രാർത്ഥിച്ച പ്രാർത്ഥന. അപ്പൊ അന്ന് അള്ളാഹു തിരിച്ചു പറഞ്ഞത് എന്താണ്, വിശ്വാസികൾക്ക് മാത്രമേ അത് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ അള്ളാഹ്. അപ്പൊ ഇപ്രാവശ്യം ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിച്ചപ്പോ ആദ്യം തന്നെ പ്രാർത്ഥിച്ചു എന്ത്, പടച്ചവനെ വിശ്വാസികളായ ഈ കഅബയിലെ അടുത്ത് താമസിക്കുന്ന നിവാസികളായ വിശ്വാസികളായ ആളുകൾക്ക് നീ അന്നം നൽകണമേ എന്ന് മുന്നത്തെ പ്രാർത്ഥന മനസ്സിലുള്ളത് കൊണ്ട് എന്ത് അത് വെച്ചിട്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇവിടെ അള്ളാഹ് തിരിച്ചു പറഞ്ഞു, ഇല്ല, കാഫിറായ ആളുകൾക്കും ഞാൻ കൊടുക്കും. അതായത് അന്നം കൊടുക്കല്
ഇവിടെ പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ അത് വിശ്വാസികൾക്ക് മാത്രം ഉള്ളതല്ല, അത് ജനങ്ങൾക്കും, അതായത് വിശ്വാസിയും അവിശ്വാസിയും അടങ്ങുന്ന മുഴുവൻ ജനങ്ങൾക്കും അന്നം റുസ്ക് എന്നുള്ള കാര്യം, റസഖ എന്ന് പറഞ്ഞ റിസ്ക് കൊടുക്കുന്നത് എല്ലാവർക്കും കൊടുക്കുമെന്ന് അള്ളാഹു തിരിച്ചു പറയാണ്. അതായത് ഇവിടെ പറയുന്നത് ഈ മറുപടിയില് ഈ തെറ്റിദ്ധാരണ ദൂരീകരിച്ചുകൊണ്ട് അള്ളാഹു ഇങ്ങനെ അറിയിച്ചു: ഉത്കൃഷ്ട നേതൃത്വവും ലൗകിക വിഭവങ്ങളും ഭിന്നമായ രണ്ട് കാര്യങ്ങളാണ്. അത് രണ്ടും രണ്ട് കാര്യമാണ്. നേതൃത്വവും സാധാരണ ലൗകിക വിഭവങ്ങളും രണ്ടും രണ്ട് കാര്യമാണ്. ഉത്കൃഷ്ട നേതൃത്വ പദവി സജ്ജനങ്ങളായ സത്യവിശ്വാസികൾക്ക് മാത്രമേ ലഭിക്കുള്ളൂ. എന്നാൽ ആഹാര വിഭവങ്ങൾ വിശ്വാസിക്കും അവിശ്വാസിക്കും നൽകപ്പെടുന്നതാണ്. ഇതിൽ നിന്ന് ഒരു സംഗതി വ്യക്തമാണ്: ഒരാൾക്ക് ആഹാരവും ജീവിതോപകരണങ്ങളും കൂടുതലായി ലഭിക്കുന്നത് കൊണ്ട് തന്നെ ദൈവം തൃപ്തിപ്പെട്ടിരിക്കുന്നുവെന്നും ദൈവത്തിൽ നിന്ന് നേതൃത്വ പദവി ലഭിക്കാൻ തനിക്കാണ് അർഹതയെന്നും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇത് മനസ്സിലായോ? അതായത് ഇപ്പൊ ഒരാൾക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളും നല്ലോണം ജീവിത ഉപാധികളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും വിചാരിക്കേണ്ടതില്ല അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത്. അള്ളാഹു എന്നിൽ തൃപ്തിപ്പെട്ടത് കൊണ്ടാണ് ഇത്രയും അധികം വിഭവങ്ങൾ കിട്ടുന്നത് എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. കാരണം അള്ളാഹ് ഓൾറെഡി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സന്തതികൾക്ക് ഓഫർ ചെയ്തൊരു കാര്യമാണ്. വിശ്വാസിയായാലും അവിശ്വാസിയായാലും ജീവിതം നിങ്ങൾക്ക് ഞാൻ ഇഷ്ടം പോലെ തരും. അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഫലമായിട്ടല്ല, മറിച്ച് വിശ്വാസി അവിശ്വാസിക്ക് ആ കാര്യത്തിൽ എനിക്ക് കണക്കാണ്. രണ്ടുപേരും ഒരുപോലെയാണ്, എന്റെ അടിമകളാണ്. മറിച്ച് അപ്പൊ ഇവിടെ എന്തുകൊണ്ട് പറയുന്നു പ്രവാചകനായി തെരഞ്ഞെടുത്ത് പ്രവാചകന്റെ അനുയായികൾക്ക് മക്കയില് ഖുറൈശികൾക്കിടയിൽ നിങ്ങൾക്ക് അറിയാലോ അല്ലെ ആ സംഭവം, പ്രവാചകന് വഹിയിലെത്തിയ സന്ദർഭവും കാര്യങ്ങളും, പ്രവാചകനെ പിന്തുടർന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസം സഹിക്കുന്ന ആളുകളായിരുന്നു പ്രവാചകന്റെ അനുയായികൾ. വലിയ പൈസക്കാരൊന്നും ആയിരുന്നില്ല. ജീവിത വിഭവങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ അവരെക്കാളും എത്രയോ ഉയർന്നതായിരുന്നു അബൂലഹബും അബൂജഹലും ഉത്ബത്തും ഷെയ്ബത്തും പോലെയുള്ള അവരൊക്കെ നല്ല പ്രമാണിമാരും നല്ല സമ്പത്തുള്ളവരായിരുന്നു. അപ്പൊ അവര് പ്രവാചകനോട് പറയലുണ്ടായിരുന്നു: നോക്ക്, നിന്റെ ദൈവം അനുഗ്രഹിച്ചത് ആരെയാണെന്ന് ഈ ജീവിത വിഭവങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാലോ. ഞങ്ങൾക്കാണ് കൂടുതലുള്ളത്, നിങ്ങൾക്ക് എന്തുണ്ട്, നിന്റെ അനുയായികൾക്കും നിനക്കോ. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ദൈവം ഞങ്ങളുടെ കൂടെയാണുള്ളത് എന്ന് അവര് പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അള്ളാഹ് അത് ശരിക്കും ഈ ആയത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന ജീവിത വിഭവം അല്ല ഒരു സത്യവിശ്വാസികൾ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് കാര്യം ഈ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് ഈ കഅബാലയത്തിന്റെ മഹത്തായ ലക്ഷ്യവും പ്രാധാന്യവും വ്യക്തമാക്കിയ ശേഷം തുടർന്നുള്ള സൂക്തങ്ങളിൽ പറയുന്നത്, ആ ഗേഹം നിലകൊള്ളുകയും തന്റെ പുത്രനെ താമസിപ്പിക്കുകയും ചെയ്ത മക്കാദേശത്തിന് വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാം നടത്തിയ പ്രാർത്ഥന അനുസ്മരിക്കുകയാണ്. അതായത് ആദ്യം അള്ളാഹു കഴിഞ്ഞ ആയത്തിൽ എന്താണ് പറഞ്ഞത്? ഈ ഒരു മക്കയെ നീ നിന്റെ മകനും ഇസ്മായിൽ അലൈഹി സ്വലാമും എന്ത് ചെയ്യണം? പരിശുദ്ധമാക്കി വെക്കണം. തവാഫ് ചെയ്യുന്നവർക്കും ഭജനമിരിക്കുന്നവർക്കും നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. അതിന്റെ പ്രാധാന്യം എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. ഈ കഅബയെ ശുദ്ധീകരിച്ച് ജനങ്ങൾക്ക് വരാൻ വേണ്ടി ശുദ്ധീകരിച്ച് വെക്കണം എന്നുള്ളത് എത്ര പ്രാധാന്യമുള്ളതാണെന്ന് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു. ഇനി ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയാണ് പറയുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ആഗമനത്തിന് മുന്നേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇബ്രാഹിം അലൈഹി സ്വലാം ഈ കഅബ അവിടെ ഉണ്ടാക്കുന്ന ആ ഒരു സാഹചര്യങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുക. വെറും മൊട്ടയായ മരുഭൂമി അല്ലെ? ഹാജറ ബീവിനെ അന്ന് കൊണ്ടാക്കുമ്പോ അവിടെ ഇസ്മായിൽ അലൈഹി സ്വലാമിനെ ചെറിയ കുട്ടിയായി ഹാജറാബീവിനെ മരുഭൂമിയിലിട്ട് പോകുമ്പോൾ ഒന്നുമില്ലാത്ത ഒരു സ്ഥലം, വെറും സൂര്യന്റെ കഠിന ചൂടേറ്റ് വെറും വിജനമായ മരുഭൂമിയാണ്. അത് മനസ്സിൽ വേണം. പിന്നെ ഈ സ്ഥലത്താണ് പിന്നീട് കഅബ നിർമ്മിക്കുന്നതും അവിടെ സംസം വെള്ളം വരുന്നതും കഅബ നിർമ്മിക്കുന്നതും ഒക്കെ അവിടെയാണ്. ആ ഒരു ഇടമാണ് നമ്മളെ മനസ്സിൽ വേണ്ടത്. ഒരു പച്ചപ്പിന്റെ ഒരു ഒരു ജനങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഉണങ്ങിയ ഒരു സ്ഥലത്താണ് പ്രാർത്ഥന നടക്കുന്നത്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഈ പ്രാർത്ഥന. അപ്പോ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഈ മക്കയില് ഒരു ജനവാസമേ ഉണ്ടായിരുന്നില്ല. അതായത് അവിടെ ഉണ്ടായിരുന്നത് വെച്ചാൽ ഉടഞ്ഞ കരിമ്പാറക്കെട്ടുകൾ നിറഞ്ഞ കുന്നുകളാൽ ചുറ്റപ്പെട്ട ഊഷരമായ ഒരു കൊച്ചു താഴ്വരയായിരുന്നു കഅബ നിൽക്കുന്ന ആ ഒരു സ്ഥലം. ഇപ്പോഴും നമുക്കറിയാം കഅബ നിൽക്കുന്ന സ്ഥലം ശരിക്ക് ജിയോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ മലകളാൽ ചുറ്റപ്പെട്ട നടുവിൽ കിടക്കുന്ന ഒരു താഴ്വര. അതുകൊണ്ടാണ് മക്കത്ത് മഴ പെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മഴയൊക്കെ ഭയങ്കര മഴ പെയ്യുമ്പോൾ
ഈ ഹറമില് വെള്ളം നാനാ ഭാഗത്തു നിന്നും വെള്ളം ഇങ്ങനെ ഒലിച്ച് വന്ന് കഅബയിലെ ആ ഹറമിലെ ആ ഒരു മത്താഫ് ഉണ്ടല്ലോ, മത്താഫ് എന്ന് പറയുന്ന ആ കഅബയുടെ ചുറ്റുള്ള സ്ഥലത്തിനാ പറയാട്ടോ, തവാഫ് എന്ന സ്ഥലത്തിന് മത്താഫ് എന്ന് പറയും. ആ മത്താഫില് പിന്നെ എന്താണ് നിറയെ വെള്ളം നിറയുന്ന കാണാം. ഹറമിന്റെ ഉള്ളിലേക്ക് വെള്ളം ഒലിച്ചു വരും, ചെരിഞ്ഞ് ചെരിഞ്ഞ് അങ്ങ് ഒലിപ്പ് മുഴുവൻ നടുവില് സെന്ററിലേക്ക് പോകുന്ന നമുക്ക് കാണാം. വെള്ളം ഇങ്ങനെ നടക്കുമ്പോ നമ്മളെ നെര്യാണീന്റെ മേലെ വെള്ളത്തിൽ കൂടിയാണ് നടക്കുക. മഴ പെയ്താൽ അവിടെ അതിന്റെ ഉള്ളില് മഴ ഉള്ള സമയത്ത് മക്കത്ത് പോയവർക്ക് അറിയാൻ പറ്റും അത്. കാരണം ആ ഒരു സ്ഥലത്തിന്റെ ഒരു ഇതാണ് അതെല്ലാം. ഇപ്പൊ നമ്മളിവിടെ അതിൽ അവിടെ ഒരു ടണലിലൂടെ ഒക്കെ നടക്കുന്നില്ലേ മിനായിലേക്ക്, ആ ടണലിലൂടെ ഉള്ളിലൊക്കെ നിറയെ വെള്ളമായിരിക്കും മഴ പെയ്താല്. ആ വെള്ളം മുഴുവൻ ഒലിച്ചു പോകുന്ന എങ്ങോട്ടാന്ന് വെച്ചാൽ കഅബയിലേക്കാണ്. അത്രക്കും ഒരു ആ ഒരു രീതിയിലാണ് കഅബയുടെ ഒരു ജിയോഗ്രഫി കിടക്കുന്നത്. അപ്പോ ഏതോ ഒരു കാലത്തുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായി ഉടഞ്ഞു ചിതറിയതാണ് ഈ പാറകൾ എന്നാണ് ശാസ്ത്രം പറയുന്നത്. മനസ്സിലായോ? ഈ കരിമ്പാറ കൂട്ടങ്ങളുടെ ആ ഒരു കൂമ്പാരത്തിന്റെ നടുവിൽ നിന്നാണ് ആ കരിമ്പാറകൾ ഉണ്ടായത്. ഒരു അഗ്നിപർവ്വതം ഉണ്ടായിട്ടുണ്ടായതാണെന്ന് പറയുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് അറേബ്യൻ പ്രദേശത്തുണ്ടായിരുന്ന ജനങ്ങൾ ഒരിടത്ത് സ്ഥിരമായി വസിക്കാത്ത ഇടയന്മാരായിരുന്നു. ഇപ്പൊ നമുക്കറിയാം പ്രവാചകന്മാരുടെ കാലത്തൊക്കെ ജനങ്ങളുടെ പൊതുവെയുള്ള തൊഴിൽ എന്താണ്? ആട്ടിടയന്മാരാണ് അല്ലെ? ആട്ടിടയന്മാര്. ആടുകളെ വലിയ ഒരു കൂട്ടം പച്ചം ആടുകളെ മേച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് കുറച്ച് സമയം നിൽക്കും. പിന്നെ അവിടുത്തതൊക്കെ കഴിഞ്ഞാൽ അവര് വേറെ സ്ഥലത്തേക്ക് ആടുകളെയും കൊണ്ട് പോവും. അങ്ങനെ ഒരു നാടോടികളായിട്ട് സ്വന്തം ആടുകളെ കൊണ്ട് ഇടയന്മാരായി നാടോടികളായി ഗോത്രങ്ങളായിട്ട് നടക്കുന്ന ഒരു ജനസമൂഹമായിരുന്നു അറബികൾ. മനസ്സിലായില്ലേ? ആടുമേക്കലായിരുന്നു അവരുടെ മെയിൻ പണി. അപ്പൊ അവിടുന്ന് കുറച്ചു കാലം ഒരു സ്ഥലത്ത് അവരിങ്ങനെ തമ്പ് കെട്ടും, താമസിക്കും, ഗോത്ര. പിന്നെ അവിടുന്ന് എല്ലാ കെട്ടും പാണ്ടും പെറുക്കിയിട്ട് അവര് വേറൊരു സ്ഥലം തെരഞ്ഞെടുത്ത് പോവുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ളത് വിഭവ സമൃദ്ധിയിൽ നിന്നും സംസ്കാര നാഗരികതയിൽ നിന്നൊക്കെ വളരെ അകലെയായി. അതായത് സംസ്കാരമോ വിഭവങ്ങളോ ധാരാളം ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഇടയവൃത്തിയും നായാട്ടും പിന്നെ കൊള്ളയുമായിരുന്നു അവരുടെ ഉപജീവനമാണ്. മനസ്സിലായില്ലേ? ഇടയന്മാർ ആടുകളെ മേയ്ക്കലും നായാട്ട്, മനസ്സിലായില്ലേ? നായാട്ട് അറിയാലോ അല്ലെ? നമ്മള് ഇതാക്കുക. പിന്നെ കൊള്ള എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കച്ചവട സംഘങ്ങൾ മക്കയിലൂടെ കടന്നു പോകുമ്പോ അവരെ കൊള്ള അടിച്ചിട്ട് സമ്പത്ത് മറ്റൊരു ഉപജീവന മാർഗ്ഗമായിരുന്നു. നമുക്കറിയായിരുന്നു പണ്ടത്തെ കാലത്തൊക്കെ സ്ത്രീകള് ആയിഷ ബീവി അവരൊക്കെ ഒറ്റക്ക് പോവൂലായിരുന്നു. ഒരു ആണിന്റെ ഒരു പിന്നെ മെഹറമില്ലാതെ അന്നത്തെ കാലത്ത് സഞ്ചരിക്കാനേ പറ്റില്ല. കാരണം അത്ര അധികം കൊള്ള സംഘങ്ങൾ വഴിയിലൂടെ ഉള്ളത് കൊണ്ട് അന്ന് പ്രവാചകൻ അല്ലെ, സ്ത്രീകൾ പുറത്തു പോകാൻ മെഹറം വേണം എന്ന് പറഞ്ഞ ഒരുപാട് അർത്ഥവത്തായ കാര്യമാണ്. അന്ന് മെഹറില്ലാതെ സഞ്ചരിക്കാനേ പറ്റില്ല ഒരു സ്ത്രീക്ക്. പക്ഷെ ഇന്നത്തെ കാലം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇപ്പോ ഹജ്ജിനൊക്കെ പോകുമ്പോഴും ഉംറക്കൊക്കെ പോകുമ്പോഴും സ്ത്രീകൾ മാത്രമായിട്ട് ഗ്രൂപ്പുകളിൽ പോകുന്നതിന് ഒരു ഫത്വ അങ്ങനെ പറയുന്നുണ്ട്. അന്നത്തെ കാലം ഇന്നത്തെ സാഹചര്യം വ്യത്യാസം ഉണ്ട് എന്നുള്ളത്. ഇന്നിപ്പോ ഒരു മൊബൈലും എല്ലാ കാര്യത്തിലും നമുക്ക് ഏത് സമയവും ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പൊ ഈ ഒരു കാലാവസ്ഥയുടെ പിന്നെ അതുപോലെ കാലാവസ്ഥയുടെ മാറ്റത്തിനനുസരിച്ച് വെള്ളവും പുൽമേടുകളും അന്വേഷിച്ചാണ് ഈ ജനങ്ങൾ ഇവര് മാറി മാറി പോവുക. അങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറുന്നത്. ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ്. അതായത് ആടുകൾക്ക് തിന്നാന് പിന്നെ പുല്ലുണ്ടോന്നോ അവിടെ വെള്ളമുണ്ടോ എന്ന് നോക്കി നോക്കി അന്വേഷിച്ച് ഒരാൾ പോയി അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാല് പിന്നെ അവരെന്താക്കും, എല്ലാവരെയും ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. അതാണ് അവരുടെ രീതി. നിങ്ങൾ ഈ എർത്തുകുലൊക്കെ കണ്ടവരുണ്ടാവും. ഒരു മൂവി ഇല്ലേ, സീരീസ് മൂവി, ഒരു ഗോത്രത്തിന്റെ സുൽജുക്കിന്റെ അവര് അതിലൊക്കെ അങ്ങനെയാണ്. അവരിങ്ങനെ ഓരോരോ ഗോത്രമായിട്ട് പോകുന്നത് കാണാം. നിർജ്ജനവും നിശൂന്യവുമായ മക്ക താഴ്വര അവർക്ക് വല്ലപ്പോഴും താവളമെടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നില്ല. അതായത് ഈ മക്ക അവർ ഒരിക്കലും ഇതിനു വേണ്ടി ഈ കുടിയേറുമ്പോൾ ഒരിക്കലും തന്നെ മക്ക അവർ തെരഞ്ഞെടുത്തിട്ടില്ല. കാരണം എന്താണ്? അവിടെ വെള്ളമില്ല, ജനങ്ങളില്ല, വെറും ശൂന്യം, ഒരു പച്ചപ്പില്ല, അങ്ങനത്തെ ഒരു താഴ്വരയായിരുന്നു ഈ മക്ക. ആരും അവിടെ വന്ന് ഇതുവരെ വസിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ ഒന്നുമില്ല. ഈ സാഹചര്യത്തിൽ തന്റെ സന്തതികളുടെ വാസസ്ഥലമായി മക്കയെ തെരഞ്ഞെടുത്ത ഇബ്രാഹിം അലൈഹി സ്വലാം അള്ളാഹുവിനോട് അപേക്ഷിച്ച സമാധാനം, വിഭവ ലഭ്യത എന്നീ രണ്ട് ആവശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. നിങ്ങൾ മനസ്സിലായോ? ഈ പ്രാർത്ഥനയുടെ ആ ഗൗരവം ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. മനസ്സിലായല്ലോ? അതായത് ആ മക്കയുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. അറബികൾ ഒരിക്കലും തന്നെ മക്കയെ അവർ തെരഞ്ഞെടുത്തിട്ടില്ല വസിക്കാൻ വേണ്ടിയിട്ട്, നാടോടികൾ ആരും തന്നെ. അതിന്റെ കാരണം അതിന്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഈ പ്രാർത്ഥന സഫലമാകുന്നത്. സമാധാനവും അതായത് പ്രവാചകൻ പ്രാർത്ഥിച്ച എന്തിനാണ് ഇബ്രാഹിം അലൈഹി സ്വലാം? അമ്നിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടിയും. സമാധാനം എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ് കേട്ടോ. കാരണം അന്നത്തെ കാലത്ത് ഒരു സ്ഥലത്ത് സമാധാനം നിൽക്കാൻ പറ്റൂല.
കവർച്ച സംഘങ്ങൾ എന്തോരം കവർച്ച, ഒരു സാധനം കൊണ്ട് നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. കവർച്ച നമുക്ക് ഭയങ്കര പേടിയാണ്. കവർച്ച സംഘം ഏത് സമയത്തും നമ്മളെ മേലെ ചാടി വീഴാം എന്നുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ സമാധാനത്തിനും വിഭവ ലഭ്യതക്കും വേണ്ടിയിട്ടാണ് ഇബ്രാഹിം ഇസ്ലാം പ്രാർത്ഥിക്കുന്നത്. ഇവിടെ പിന്നെ അമ്ന് എന്ന് പറയുന്നത് നിർഭയത്വം അഥവാ ഭയവും സംശയവും ഒട്ടുമില്ലാത്ത ഒരു അവസ്ഥയാണ് അമ്ന് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് വളരെ സമാധാനത്തിൽ നിൽക്കാൻ പറ്റും, ഒരു സംശയം പോലും ഇല്ലാത്ത ഒരിത്, സമാധാനം ശാന്തിയും എന്ന് പറയും. അതേപോലെ ഈ സമറാത്ത് എന്നുള്ള പഴങ്ങൾ നമ്മൾ പറയുന്നത് വെറും ഫ്രൂട്ട്സ് ആണെന്ന് ആരും വിചാരിക്കരുത്. സമറാത്ത് എന്ന് പറയുന്നത് കാർഷിക വിളകളെയാണ് സമറാത്ത്. ഇബ്രാഹിം അലൈഹി സ്വലാം ഇവിടെ ചോദിച്ച പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്നത് സമറാത്ത് എന്ന് പറയുന്ന വിഭവം ചോദിച്ച സമറാത്തുകൾക്ക് വേണ്ടിയിട്ടാണ് വിഭവങ്ങൾ. അത് ഫലങ്ങൾ, ഫ്രൂട്ട്സ് അല്ല, മറിച്ച് എല്ലാ തരത്തിലുള്ള കാർഷിക വിളകളും ഉദ്ദേശിച്ചാണ് ഇവിടെ സമറാത്ത് എന്ന പദം ഉപയോഗിച്ചത്. ഇനി ഇവിടെ പിന്നെ വേറൊരു സൂറത്തിൽ സൂറത്ത് കസസിൽ പറയുന്നുണ്ട് അള്ളാഹു, നാം അവർക്ക് എല്ലാ വസ്തുക്കളുടെയും ഫലങ്ങൾ വലിച്ചു കുട്ടപ്പെടുന്ന സമാധാനപൂർണമായ ഒരു ഹറം ഒരുക്കിയിട്ടില്ലയോ. അതായത് എല്ലാം പിന്നെ അങ്ങനെ പ്രാർത്ഥന ഫലമായി കിട്ടിയതായിട്ട് വേറെ സൂറത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഇബ്രാഹിം നബിയുടെ ഈ പ്രാർത്ഥനയെ അള്ളാഹു സ്വീകരിച്ചത് എങ്ങനെയാണെന്നും അദ്ദേഹത്തിന്റെ സന്തതികൾക്കും ആ പ്രദേശത്തിൽ മറ്റു നിവാസികൾക്കും അതിന് അനുഗ്രഹങ്ങൾ എങ്ങനെ പ്രകടമായി എന്നതും മക്കയുടെ ചരിത്രം ഇന്നും അന്നും സാക്ഷ്യപ്പെടുത്തുന്ന സജീവവും പ്രത്യക്ഷമായ യാഥാർത്ഥ്യമാകുന്നു. അപ്പൊ ഇന്ന് നിങ്ങൾ മക്ക നോക്കൂ, കഅബ നോക്കൂ, ആ കഅബ ഇരിക്കുന്ന സ്ഥലങ്ങൾ നോക്കൂ. ജനനിബിഡമായി ഇഷ്ടംപോലെ വിഭവങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും വരുന്നു പോകുന്നു. ഇതുപോലെ വെള്ളത്തിന്റെ ഒരു എന്താ പറയാ, വറ്റാത്ത ഒരു ഉറവിടം. വെള്ളം ഉണ്ടായിരുന്നില്ല, ജനങ്ങളുണ്ടായിരുന്നില്ല, ഒരു വിഭവങ്ങളില്ലാത്ത ഉശിരമായ ഭൂമിയിൽ ഇപ്പോ എവിടെ വെള്ളം വറ്റിയാലും സംസമാകുന്ന ആ വെള്ളം ഒരിക്കലും വറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അങ്ങനെ അനുഗ്രഹം കൊണ്ട് മാത്രമായതാണ്. ആ ഒരു പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്നത്തെ അന്നും ഇന്നും കഅബയുടെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ സമാധാനം സമൃദ്ധിയാവുന്ന ഈ രണ്ട് അനുഗ്രഹങ്ങളും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഅബ എന്ന ആ ദൈവിക മന്ദിര മുഖേന മാത്രമാണെന്നും ഏറെ ശ്രദ്ധയാകുന്നു. അതായത് ഈ കഅബ അവിടെ വന്നത് കൊണ്ട് മാത്രമാണ് പിന്നെ ഈ ഒരു മക്കൾക്ക് ആ ഒരു അനുഗ്രഹം വന്നു കിട്ടിയത്. ഈ കഅബയെ മാറ്റി നിർത്തിയാൽ ആളുകളെയും വിഭവങ്ങളെയും ആ കാർഷിക ആകർഷിക്കുന്ന യാതൊന്നും ആ പ്രദേശത്തില്ല. ശരിക്ക് ഒരു 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 രാജ്യക്കാർ അല്ലെങ്കിൽ ഒരു ഗോത്രം ഒരു സ്ഥലത്ത് തമ്പടിക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു അട്രാക്റ്റീവ് സാധനം ഉണ്ടാവണല്ലേ. ഏത് രാജ്യക്കാർ എവിടെങ്കിലും നമ്മളിപ്പോ ഒരു ടൂറ് പോവാണെങ്കിൽ ഇപ്പൊ ഒരു രാജ്യം സെലക്ട് ചെയ്യുക എങ്ങനെയാ, അവിടെ എന്തെങ്കിലും കാണാനുണ്ടോ നോക്കിയിട്ടാ. പക്ഷെ അത്തരത്തില് നമ്മൾ കഅബ നോക്കുക, ആ ഒരു കഅബ മക്ക നോക്കുകയാണെങ്കിൽ ഒന്നും ഒരാൾക്കും ഒരു രസവും ഉള്ള ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ കഅബ എന്ന കഅബാലയം അവിടെ വന്നത് കൊണ്ട് മാത്രമാണ് അവിടെ ഇങ്ങനെ ആയി മാറിയത് എന്നാ പറയുന്നത്. അതുകൊണ്ട് കൂടിയാണ് പരിശുദ്ധ ഖുർആൻ ആ ഒരു മന്ദിരത്തെ മുബാറക്ക് എന്ന് മുബാറക്ക് എന്ന് പറഞ്ഞാൽ അനുഗ്രഹീതം എന്ന് വിശേഷിപ്പിച്ചത്. മനസ്സിലായോ? അതായത് ഈ കഅബ എന്ന ആ ഗേഹത്തെ ഖുർആൻ മുബാറക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുബാറക്ക്, അനുഗ്രഹീതം. അതായത് അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അവിടെ ഇത്രയും വലിയ ജനസാഗരം രൂപപ്പെടുന്നത്. അല്ലാതെ ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത കൊണ്ടല്ല അവിടെ ആളുകൾ വന്നു കൂടിയത്. മറിച്ച് അള്ളാഹുവിന്റെ ഇബ്രാഹിം സ്വലൈഹി പ്രാർത്ഥന സ്വീകരിച്ച ഫലമായി അള്ളാഹ് ആ ഒരു സ്ഥലത്തെ കഅബ കാരണം അനുഗ്രഹിച്ചത് കൊണ്ടാണ് കഅബയെ അനുഗ്രഹീതം എന്നുള്ള വാക്ക് ഉപയോഗിച്ച് വിളിക്കുന്നത്. ഇനി ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന മക്കാ നിവാസികൾ എങ്ങനെയെല്ലാമാണ് സാക്ഷാത്കൃതമായി നോക്കാം. നമുക്ക് അതായത് എങ്ങനെയാണ് ഈ പ്രാർത്ഥന ഫലവത്തായി നോക്കാം. ആദ്യമായി അള്ളാഹു ഗേഹത്തെയും നിലകൊള്ളുന്ന പ്രദേശത്തെയും ആദരണീയം ഹിംസാമുക്തവുമാക്കി. അതായത് ആ സ്ഥലത്ത് ഒന്നിനെ കൊല്ലാൻ പാടില്ല. നമുക്കറിയാം, ഇപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഹജ്ജിന്റെ ഒക്കെ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇഹ്റാമിൽ ഹറാമായ കാര്യങ്ങളിൽ പെട്ടതാണ് ഒരു ജീവിയെയും കൊല്ലാനോ വേട്ടയാടാനോ അങ്ങനൊന്നും പാടില്ല എന്നുള്ളത് അല്ലെ. അവിടെ ഒരു ആദരണീയമായ സ്ഥലമാണ്. നമ്മളൊരു വൃത്തികേടായിട്ടുള്ള ഒന്നും ചെയ്യാൻ പാടില്ല. സംസാരങ്ങൾ പോലും ബഹളം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആരും അവിടെ വെച്ച് സംഘടനമോ അക്രമമോ ഹിംസയോ നടത്താൻ പാടില്ല. അവിടെ പ്രവേശിച്ചവരെല്ലാം അള്ളാഹുവിങ്കിൽ നിന്ന് അഭയം ലഭിച്ചവരായി ഗണിക്കപ്പെടുന്നു. അവരെ ദ്രോഹിക്കാൻ യാതൊരു ശക്തിക്കും അവകാശമോ അധികാരമോ ഇല്ല. അവിടെ പ്രവേശിക്കുന്നത് പിന്നെ എത്ര ഇതായി കഴിഞ്ഞാലും അവിടെ എന്താ പറയാ, ഒരു ശക്തിക്കും അവകാശമോ അധികാരമില്ല. അതുകൊണ്ട് അറേബ്യയിലെ മറ്റു പ്രദേശങ്ങളെല്ലാം രക്തദൂഷിതമായ സംഘടനകളാലും സംഘർഷങ്ങളാലും മുഖരിതമായിരിക്കുമ്പോൾ മക്ക എന്നും പ്രശാന്തവും പൂർണമായി നിലകൊണ്ടു. അതായത് നമുക്കറിയാം അറബ് രാജ്യത്ത് നടക്കുന്ന ഒരുപാട് സംഘർഷങ്ങൾ അറിയാം. പക്ഷെ അതൊന്നും ഇതുവരെ മക്കയെ ബാധിച്ചിട്ടില്ല. നമ്മളത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് വളരെ സത്യല്ലേ, നമ്മൾ ഇതുവരെ ചിന്തിക്കാത്തൊരു കാര്യല്ലേ അത്.
എത്രയോ പ്രശ്നങ്ങളാണ് അറബ് വേൾഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മക്ക ഇപ്പോഴും സമാധാനപൂർണമായി നിലകൊള്ളുക എന്ന് പറയുന്നത് അള്ളാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. നിർഭയവും സുഗമവുമായ തീർത്ഥാടനവും സന്ദർശനവും സൗകര്യപ്പെടുത്തുന്നതിന് വേണ്ടി 4 മാസം, അതായത് 4 മാസത്തെ അള്ളാഹു യുദ്ധം ഹറാമാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. യുദ്ധം നിഷിദ്ധമായ 4 മാസം ഉണ്ട്. പിന്നെ പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ ഒരു കഅബന്റെ ആ ഭാഗത്ത് ഉള്ള ഒരു അള്ളാന്റെ ഒരു അനുഗ്രഹമാണ്. ഒന്നും ചെയ്യരുത്. അതായത് ഈ മാസങ്ങളിൽ അറേബ്യയുടെ ഏത് മൂലയിൽ നിന്നും ആർക്കും സുരക്ഷിതമായി മക്കയിൽ വന്ന് അവർക്ക് വേണ്ട ഇബാദത്തൊക്കെ നിർവഹിച്ച് പോകാം എന്നുള്ളത് കൊണ്ടാണ് ഈ 4 മാസത്തെ അള്ളാഹ് പരിശുദ്ധമാക്കിയത് എന്ന്. അതായത് അന്ന് ആ ഒരു പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളിൽ ആരും തന്നെ വാളുകൾ എടുക്കാൻ പാടില്ല. ഉറയിൽ തന്നെ സൂക്ഷിക്കണം. ഏത് അപകടകാരികളുടെയും മധ്യത്തിലൂടെ എത്ര പാവം ഉള്ള ആളുകൾക്കും ഭയമില്ലാതെ സഞ്ചരിക്കാൻ പറ്റും. അതായത് ഈ 4 മാസം ആരും വാളെടുക്കരുത് എന്നല്ല പറഞ്ഞത് കൊണ്ട് ഏത് അക്രമിയായ മനുഷ്യന്മാരുടെ ഗോത്രത്തിന്റെ ഇടയിലൂടെയും ഏത് പാവങ്ങൾക്കും കഅബയിൽ പോയി തന്റെ ഉംറയോ ഹജ്ജോ എന്താന്ന് നിർവഹിച്ച് അത് തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യം അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായി എന്നാ പറയുന്നത്. അത് ഈ കഅബ വന്നത് കൊണ്ടുള്ള ഒരു ഗുണം. അതുപോലെ തന്നെ വിദേശ ആക്രമണങ്ങളിൽ നിന്ന് കഅബയും അത് സ്ഥിതി ചെയ്യുന്ന മക്ക പ്രദേശത്തെയും സുരക്ഷിതമാക്കി എന്നതാണ് ഇബ്രാഹിം പ്രാർത്ഥനയുടെ രണ്ടാമത്തെ സാഫല്യം. നിങ്ങളിത് ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ, ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ്, നമുക്കറിയാം മസ്ജിദുൽ അഖ്സയുടെ ആ ഭാഗത്ത് എന്തോരം പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുക. അന്ന് മുതൽ വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയത് ഇപ്പോഴും പ്രശ്നരൂക്ഷിതമായിട്ട് നിൽക്കുകയാണ് അല്ലെ. അതും അള്ളാന്റെ ഒരു പരിശുദ്ധമാക്കപ്പെട്ട ഒരു പള്ളി തന്നെയാണ് ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്നത്, മസ്ജിദുൽ അഖ്സ. അതുപോലെ തന്നെ പണ്ട് കാലത്ത് റോമാ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ അറേബ്യയുടെ പരിസര പ്രദേശങ്ങൾ ആക്രമിച്ച് കീഴടക്കുകയും അവിടുത്തെ നിവാസികളുടെ സാംസ്കാരിക പൈതൃകങ്ങൾ കൊള്ളയടിക്കുകയും തല്ലിത്തകർക്കുകയും ചെയ്തിരുന്നു. അവരാരും പക്ഷേ മക്കയുടെ നേരെ തിരിഞ്ഞില്ല. യമനിലെ നമുക്ക് ആദ്യം ഉണ്ടായ ഒരു സംഭവം ഏതാണെന്നറിയോ? സൂറത്തുൽ ഫീലിൽ പറയുന്ന യമനിലെ അബിസീനിയൻ ഗവർണറായ അബ്രഹത്ത് മാത്രമാണ് അലംതറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ എന്ന് പറയുന്ന ആ ഒരു ആനപ്പടവയെ കൊണ്ടുകൊണ്ട് കഅബയുടെ നേരെ വരാൻ കുറച്ചെങ്കിലും ഒരു ഇത് എന്താ പറയാ മനസ്സിന് ഒരു ഇത് കാണിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് കഅബയെ ആക്രമിക്കാനായിട്ടില്ല. അള്ളാന്റെ അനുഗ്രഹീതമായ ഒരു സ്ഥലം, അള്ളാന്റെ പ്രൊട്ടക്ഷൻ ഉള്ള സ്ഥലം ആക്രമിക്കാൻ അദ്ദേഹത്തിന് ആയില്ല. ഇനി അടുത്തതായിട്ട് കഅബ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടതോടെ അങ്ങോട്ട് നാനാ ദിക്കിൽ നിന്നും ആളുകൾ വന്നു തുടങ്ങി. അപ്പൊ വർദ്ധിച്ച ജനസമ്പർക്കം മക്കയെ ഒരു വ്യാപാര കേന്ദ്രവും കൂടിയാക്കി വളർത്തി. പുറം ലോകത്ത് നിന്നുള്ള സകല വിഭവങ്ങളും അവിടെ എത്തിക്കൊണ്ടിരുന്നു. അതായത് നിങ്ങൾക്കറിയാം, പിന്നെ ഒരു സ്ഥലത്ത് ജനങ്ങള് ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾ വരാൻ തുടങ്ങിയാല് എന്താ അവിടെ ഉണ്ടാകുന്ന ഗുണം? ഒരുപാട് ഗുണങ്ങൾ അവിടെ ഉണ്ടാവും. അതായത് പല സ്ഥലങ്ങളിലുള്ള പല സാധനങ്ങളും ആ ഒരു കേന്ദ്രത്തിലേക്ക് എത്തും അല്ലെ. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള പല പല തരത്തിലുള്ള വ്യാപാരങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ പല രാജ്യങ്ങളിൽ നിന്ന് പല സാധനങ്ങൾ അവിടെ എത്തുകയും അതേപോലെ തന്നെ ഇവിടെ വരുന്ന ആളുകൾ വേറെ രാജ്യത്തിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും അവരുടെ നാട്ടിലേക്ക്. അങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വരികയും പോവുകയും ചെയ്യുന്ന ഒരു ഇടമായിട്ടും ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മാറി. അങ്ങനെ മക്കയിൽ സമാധാനത്തോടൊപ്പം എന്നും സമൃദ്ധിയും കളിയാടി എന്നുള്ളതാണ്. ഇനി കഅബയുടെ അയൽക്കാരും പരിപാലരും എന്നതിൽ മക്ക നിവാസികൾ പൊതുവിലും ഇസ്മായിൽ സന്തതികളായ ഖുറൈശികൾ വിശേഷിച്ചും അറേബ്യയിൽ ആകമാനം ആദരിക്കപ്പെട്ടു. അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതാചാര്യന്മാർ, രാഷ്ട്രീയ, അതായത് സൂറത്തുൽ ഏതെന്നറിയാം, സൂറത്തുൽ ഖുറൈശ് ഖുറൈശ് ലീലാഫി ഖുറൈശ് ലീലാഫി റിഹത്ത ഷിത്തായി വസ്സൈഫ് ഫലിയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്തിൽ അത് പറയുന്നത് ആ ഖുറൈശികളെ, ഈ മക്കയുടെ കഅബ കാരണം ഖുറൈശികൾ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളതാണ് ആ സൂറത്തിൽ പറയുന്നത്. അതായത് കഅബയുടെ ആളുകൾ എന്ന രീതിയിൽ ഖുറൈശികൾ എല്ലായിടത്തും ആദരിക്കപ്പെട്ടിരുന്നു. ഈവൻ ഒരു അക്രമി സംഘത്തിന്റെ ഇടയിൽ കൂടി പോലും ഒരു ഖുറൈശികൾപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യന്മാര് പോകുമ്പോ ആ അക്രമി സംഘം തമ്മിൽ പറയുമത്രേ, അല്ലോ അത് കഅബയുടെ ആളുകളാണ് പോണത്, അവരെ ആക്രമിക്കല്ലേ, ഹറാം ഹറാം, അതായത് അവരെ ആക്രമിക്കുന്ന ഹറാം ആകുന്നു എന്ന് ഇവര് തമ്മിൽ പറയും. അത്രക്കും ആദരിക്കപ്പെട്ടിരുന്നു ഇവർ. കഅബയുടെ സംരക്ഷകർ എന്ന നിലയിൽ അള്ളാഹ് കൊടുത്ത വലിയൊരു അനുഗ്രഹമായിരുന്നു അത്. അതുപോലെ തന്നെ മക്കയുടെ ശാന്തിക്കും സമൃദ്ധിക്കും ഇബ്രാഹിം അലൈഹി സ്വലാം നടത്തിയ പ്രാർത്ഥനയുടെ ഒക്കെ ഇത് നമ്മളിപ്പോ ശരിക്കും ആലോചിക്കുകയാണെങ്കിൽ, ഇബ്രാഹിം അലൈഹി സ്വലാം തന്റെ ഒരു സന്തതികൾക്ക് വേണ്ടി ശോഭനമായ ഒരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ പ്രാർത്ഥനയായിട്ട് മാത്രം നമുക്ക് കാണാൻ കഴിയില്ല ഇത്. എന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പൊ നമ്മുടെ ഉപ്പാപ്പന്മാരൊക്കെ
പ്രാർത്ഥിക്കുകയാണ്. ഇപ്പൊ നമ്മളെ മക്കൾക്ക് നല്ല ഇത് കൊടുക്കണേ, ജോലി കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു സാധാരണ ഒരു പ്രാർത്ഥന പോലെ അല്ല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല്, ശരിക്കും ഇബ്രാഹിം അലൈഹി ഇസ്ലാം സാധാരണക്കാരെ പോലെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്താ പ്രാർത്ഥിക്കാന്നറിയോ? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ചിന്തയിൽ നിന്ന് സാധാരണ മനുഷ്യന്മാർ എന്താ ചിന്തിക്കാന്ന് വെച്ചാല്, അന്നത്തെ കാലത്ത് അവർക്ക് ആട്ടിടയന്മാരായിരുന്നല്ലോ. അപ്പോ ഈ മക്ക എന്ന് പറയുന്നത് വെറും ഊഷര ഭൂമിയാണ്. അപ്പൊ അതിന് പടച്ചവനെ നീ കൃഷിയോഗ്യമാക്കണേ, അല്ലെങ്കിൽ എന്താണ്, നീ എന്റെ മക്കൾക്ക് കാലികളെ വർദ്ധിപ്പിച്ചു കൊടുക്കണേ. അവർ അതെച്ചാ അവരുടെ ജോലി എന്തായിരുന്നു? വേട്ട, അതുപോലെ പിന്നെ ഈ ആട്ടിടയന്മാരായിട്ട് പച്ച പുല്ലുകളൊക്കെ കൃഷിക്കാര് അല്ലെ, കൃഷി എന്നുള്ള. അപ്പൊ ശരിക്കും എന്താ പ്രാർത്ഥിക്കേണ്ടായിരുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാം? അത് മനസ്സിൽ വെച്ചിട്ട് നല്ലോണം കൃഷി നൽകണേ, കൃഷിയോഗ്യമാക്കണേ ഈ ഭൂമിയെ. അല്ലെങ്കിൽ ആട്ടിടയന്മാർ വേട്ടകളെ, അവരുടെ വേട്ടൊക്കെ നല്ല അനുഗ്രഹമാക്കാൻ വേണ്ടി ഒരുപാട് മൃഗങ്ങൾ ഇതിൽ ഇടണേ, അല്ലെ? അങ്ങനെയല്ലേ ശരിക്കും ഒരാള് പ്രാർത്ഥിക്കാം. പക്ഷെ അങ്ങനെയല്ല ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത്. ഭയങ്കര വ്യത്യാസമുണ്ട് ആ പ്രാർത്ഥന. ശരിക്കും നാഗരികമായിട്ടുള്ള ഇവർക്ക് സംസ്കാരവും നാഗരികതയോ ഉണ്ടായിട്ടുണ്ടായില്ല. ഒരു നഗരത്തിന്റെ ഒരു ജീവിതം ഈ മക്കാർക്ക് ഒരിക്കലും ആ പ്രാർത്ഥനയാണ് സഫലമാകുന്നതെങ്കിൽ, ഇപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാം അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കൃഷിയോഗ്യമാക്കണേ, വേട്ടയാക്കണേ, അതാണ് പ്രാർത്ഥിച്ചതെങ്കിൽ ഈ മക്കാർക്ക് ഒരിക്കലും തന്നെ ഒരു നാഗരിക ജീവിതം ഉണ്ടാവില്ല, സംസ്കാര സമ്പന്നമായ ജീവിതം ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സാധാരണ മനുഷ്യന്മാരുടെ ചിന്തയിൽ അത്രേ വരുള്ളൂ. പക്ഷെ ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത് ഒരു നാഗരികവും പ്രശാന്തമായ ജീവിതം പ്രദാനം ചെയ്യണേ എന്നാണ് പ്രാർത്ഥിച്ചത്. അതായത് ഇതെന്തുകൊണ്ടെന്നറിയോ? ഇപ്പൊ കൃഷിക്ക് വേണ്ടി ഒരാൾ പണിയെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് അധ്വാനിച്ചാണ് കൃഷി ഉണ്ടാവും, അല്ലെ? അപ്പൊ ഈ കൃഷിയോഗ്യമായ ഒരു സ്ഥലമാണ് ആക്കിയിരുന്നെങ്കിൽ സ്വന്തം സന്തതികൾ കൃഷി ചെയ്ത് അതിനധ്വാനിച്ച് അതിനൊരുപാട് സമയം ചെലവഴിച്ച് അവർ തിന്നാനുണ്ടാക്കി വേട്ടയാടി അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും എന്താവും? കഅബയുടെ പരിപാലനം ഇവർക്ക് സമയം കിട്ടൂല. അവര് ഫുൾ ടൈം ഇതിനു വേണ്ടി എന്താ പറയുക, അന്നം നേടാൻ വേണ്ടി പണിയെടുക്കേണ്ടി വരും. അപ്പൊ ഈ കഅബയുടെ പരിപാലനവും അള്ളാഹുവിനുള്ള ഇബാദത്തും നമസ്കാരവും കാര്യങ്ങളൊക്കെ ആര് ചെയ്യും? ആര് കഅബയുടെ ആ ഒരു അതായത് ഒരുപാട് ഇതുണ്ടല്ലോ കഅബക്ക്, ജനങ്ങൾക്കുള്ള കേന്ദ്രമാണ്, അങ്ങനെയൊക്കെ അതൊക്കെ ആര് പരിശുദ്ധമാക്കി വെക്കും? അപ്പൊ അതൊരു വലിയ ജോലിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്ഥലത്തേക്ക് ഒരു പണിയും എടുക്കാതെ, ഇവരധ്വാനിക്കാതെ പല നാടുകളിൽ നിന്ന് വിഭവങ്ങൾ അനുഗ്രഹിക്കണേ എന്നാണ് ആ പ്രാർത്ഥനകൾ. മനസ്സിലായോ ഞാൻ പറയുന്നത്? അതായത് പിന്നെ പുറം രാജ്യങ്ങളിൽ നിന്ന് യാതൊരു അധ്വാനവും ഇല്ലാതെ അവർക്ക് എല്ലാ തരത്തിലുള്ള കായ്കനികളും എത്തിക്കണേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അത് എത്രമാത്രം അർത്ഥവത്താന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അതാണ് അവരിൽക്ക് അതായത് അങ്ങനെ വേറെ സൂറത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, നാദാ ഞാൻ നിന്റെ സന്തതികളെ കൃഷിയോഗ്യമല്ലാത്ത താഴ്വരയിൽ നിന്റെ മന്ദിരത്തിൽ വസിപ്പിച്ചിരുന്നു. ഞങ്ങളുടെ നാഥ, അവർ നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയാകുന്നു ഞാൻ അവരെ അങ്ങനെ വസിപ്പിച്ചിട്ടുള്ളത്. അതിനാൽ നീ ജനഹൃദയങ്ങളെ അവരിലേക്ക് ആകർഷിക്കണമേ, അവർക്ക് നീ ഫലങ്ങൾ അരുളയണമേ, അവർ നിന്നോട് നന്ദിയുള്ളവരാകാൻ വേണ്ടി. അതായത് ഫലങ്ങൾ നീ അരുളയണമേ എന്നാ പ്രാർത്ഥിച്ചത്, അല്ലാതെ മറ്റേ കൃഷിന്റെ സ്ഥലാക്കണേ വേട്ടയാടാനൊന്നുമല്ല. അപ്പൊ നോക്കി നോക്ക് എത്രമാത്രം ഹിക്മത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥനയാണെന്നുള്ളത്. അപ്പൊ ഇവിടെ പിന്നെ അപ്പൊ അവർക്ക് അതിനുള്ള സമയം കിട്ടൂല എന്നത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള അവർക്കൊരു സമാധാനപൂർവമായ നാഗരിക ജീവിതം പ്രാർത്ഥിക്കുക. അതായത് നാഗരിക ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൽഡ് ലൈഫ് എന്നുള്ളതാണ്. ഒരു സെറ്റിൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോ നമുക്ക് നല്ലൊരു ജോലി ഇല്ലെങ്കിൽ, നിങ്ങളിലൊക്കെ പലരും അനുഭവിക്കുന്നതായിരിക്കാം, നല്ലൊരു ജോലി, ജീവിതത്തിന് വരുമാനം ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു അന്നം നേടാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിച്ചിട്ടാണ് എന്തെങ്കിലും പിറ്റേ ദിവസത്തിനേക്ക് ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ സമയമാകുമ്പോൾ എന്താണ്, നമുക്ക് വേറെ ഒരു ദീനിന്റെ കാര്യത്തിനും ഒന്നും സമയം കിട്ടൂല. ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതാണ്. അപ്പൊ ഒരു സെറ്റിൽഡ് ലൈഫ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് സമാധാനാണ്, ദീനിയായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പ്രവാചകന്റെ പ്രാർത്ഥന അങ്ങനെയായിരുന്നു. അപ്പൊ ഈ ഒരു ഇത് ഇവിടെ അവസാനിക്കുകയാണ്. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിവിടെ അവസാനമായിട്ട് അള്ളാഹു പ്രവാചകന്റെ പ്രാർത്ഥനയിൽ ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഈ പ്രാർത്ഥനയിൽ പറയുന്ന ഒരു കാര്യം, ഇത് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. പ്രവാചകന്റെ പ്രാർത്ഥനയാണ് നിർഭയമായ നാടാക്കണേ. കാരണം മക്കയുടെ അവസ്ഥ അങ്ങനെയായിരുന്നു, ഒരു ഭയവും ഇല്ലാതെ
ആളുകൾക്ക് പോകാൻ പറ്റിയില്ല. വറുസുക്ക് നീ അഹ്ലഹു, അവിടെ ആളുകൾക്ക് നൽകണം, മിന സമറാത്തി, വിഭവങ്ങളിൽ നിന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ യുക്തി ഞാൻ പറഞ്ഞു. അല്ലാതെ കൃഷിയോഗ്യാക്കണേ, വേട്ടയാടാനുള്ളതാക്കണേ, അത് അനുഗ്രഹിച്ചു എന്നല്ല പ്രാർത്ഥിച്ചത്. കായ്ക്കനികളിൽ നിന്ന് നൽകണേ എന്ന് പ്രാർത്ഥിച്ച്. അപ്പൊ അത് എന്തുമാത്രം യുക്തിയുള്ള പ്രാർത്ഥനയായിരുന്നു എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ മക്ക ഇങ്ങനെ ആയതിന്റെ കാരണവും, ഒരു കൃഷിയോഗ്യമല്ലാത്ത ഒരു സ്ഥലത്ത് നാനാഭാഗത്ത് നിന്നും എല്ലാ തരത്തിലുള്ള കായ്കനികളും വന്നു പെടുകയും ജനങ്ങൾ അവിടെ വരികയും അവിടെ വെള്ളം നിറയുകയും വറ്റാത്ത വെള്ളത്തിന് ഉറവിടം വരികയും ഒക്കെ ചെയ്തത് ഈ പ്രാർത്ഥനയുടെ ഫലമാണ്. അപ്പൊ ഇവിടെ അവസാനമായിട്ട് അള്ളാഹ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഖാല വമൻ കഫറ, അതായത് ഞാൻ അവിശ്വാസികൾക്കും നൽകും എന്ന് പറഞ്ഞല്ലോ. ആ അവിശ്വാസികൾ, അത് ഞാൻ പറഞ്ഞു, അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ് ഇത്തരത്തിലുള്ള. പക്ഷെ അള്ളാഹ് അതിന് ശേഷം പറഞ്ഞു ഖലീലാന്ന്, ഞാൻ അവർക്ക് കുറച്ച് നൽകുന്നല്ലേ പറഞ്ഞ. ഖലീല എന്നതിന്റെ യുക്തി എന്താ പറഞ്ഞത്? നമ്മളിപ്പോ ഇത് വിചാരിക്കും ഇത് തെറ്റല്ലേ, ശരിക്കും ഖലീല അല്ലല്ലോ, അവർക്ക് ഒരുപാട് വിഭവങ്ങൾ ഈ ലോകത്ത് അള്ളാഹ് കൊടുക്കുന്നുണ്ടല്ലോ എന്നൊരു പക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം. കാഫിര്യങ്ങൾക്ക് എന്താ അള്ളാഹ് ഒരുപാട്, പിന്നെ എന്താ ഈ ഖലീല പറഞ്ഞത്? ഈ ഖലീലയുടെ യുക്തി എന്താന്ന് വെച്ചാല്, ഈ ഭൗതിക വിഭവം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചോളം അവരെ കണ്ണില് ഭയങ്കര വലുതായി കാണുന്നു എന്നുള്ളത് ശരിയാണ്. അവർ വിചാരിക്കുന്ന അവർക്ക് മുഴുവൻ ലോകം കിട്ടി, നല്ലൊരു ഈ ലോകത്ത് നല്ലൊരു സ്ഥാനവും നല്ല സാമ്പത്തികവും നല്ല ആളുകളുടെ എന്താ പറയാ പ്രശംസയും അല്ലെ, എത്രയോ വ്യൂസ്, മില്യൺസ് ഓഫ് വ്യൂസ്, ഇതൊക്കെ കിട്ടുന്നതൊക്കെ വലിയ ഇതാണെന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇത് ഇഹലോക ജീവിതം, പരലോക ആത്യന്തികമായിട്ടുള്ള ജീവിതം എവിടെയാണ്? പരലോകാണ്. അപ്പൊ പരലോകത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇഹലോകത്തെ ഇത് എന്ന് പറയുന്നത് തുച്ഛമാണ്. ഇത് വെറും, ഇപ്പൊ ഇവര് പറയുന്ന സാധനങ്ങൾ എത്ര ആയാലും മരിച്ചാൽ അതൊക്കെ കഴിഞ്ഞില്ലേ, നശ്വരമാണ്. ഇത് നശിച്ചു പോകുന്നതാണല്ലേ, ഒരിക്കലും അത് സ്ഥായിയല്ല. ഏതൊരാളാണെങ്കിലും എത്ര വലിയ സ്ഥാനത്താണ്, മരിക്കുന്നതോടുകൂടി 5 പൈസ കയ്യിൽ കൊണ്ടുപോവാത്ത അവസ്ഥയിലാണ് അവൻ മരിച്ചു പോകുന്നത്. അതൊക്കെ തന്നെ അവൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും മക്കളിലേക്ക് താനേ പോകുന്നു. അപ്പൊ എന്തായി? അവൻ അധ്വാനിച്ചതും അവനുണ്ടാക്കിയതും പ്രശംസയും സ്ഥാനവും ഒക്കെ പോവാണ് മരണത്തോടു കൂടി. അപ്പൊ ഇത് പിന്നീട് പോകുന്ന ആ ഒരു ആത്യന്തിക ജീവിതത്തിനെ സംബന്ധിച്ച് ഇത് അവന് കൊണ്ടുപോവാനും പറ്റില്ല. അത് സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛവുമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഖലീല എന്ന് പറയുന്നത്. പിന്നെ അള്ളാഹു അവനെ അൽത്തർഹു ഇലാ അദാബിൻ, അവന് പരലോകത്ത് കിട്ടാൻ പോകുന്ന നരകശിക്ഷ അവന് ഈ ലോകത്ത് കിട്ടുന്ന ഈ മത്താവിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ ഭയാനകമാണ്. അതൊക്കെ അവര് ആ പരലോകത്ത് സ്വർഗത്തിലെ ആളുകൾ ഇങ്ങനെ ഒരുപാട് വിഭവങ്ങളും തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും എന്താ പറയാ ഒരുപാട് വലിയ അനുഗ്രഹത്തിൽ ജീവിക്കുമ്പോ ഇഹലോകത്തെ ഇതൊക്കെ വെറും എന്താ പറയാ തുച്ഛത്തിൽ തുച്ഛമായിട്ട് തോന്നുന്നു, വളരെ നിസ്സാരമായ. അപ്പൊ ആ നരകത്തിയിലേക്കാണ് അത്തരക്കാര് പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ബിസൽ മസീർ, എത്ര ചീത്തയായ സങ്കേതം, താവളം എന്നാണ് ഈ ഒരു പിന്നെ ആയത്ത് അവസാനിക്കുന്നത്. അപ്പൊ വൈദ് ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു അല്ലെ, ബില്ലാഹി വൽ യൗമിൽ ആഖിർ. പക്ഷെ അള്ളാഹു പറഞ്ഞു ഖാല വമൻ കഫറ ഫഉമത്തിഹു ഖലീല സുമ്മ അദ്തറുഹു ഇലാ അദാബിന്നാർ വബിസൽ മസീർ. നമുക്ക് നിർത്താം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ആമീൻ.